രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതമാർക്ക് എന്ത് സംഭവിക്കും? രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പരാതി നൽകിയ 3 യുവതികളുടെ ഹർജിയിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ആരുമല്ല, അത് കോടതിയാണ്. പക്ഷേ ഇവിടെ വിചിത്രമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രംഗത്ത് വന്ന 3ാമത്തെ പരാതിക്കാരി, ആ പരാതിക്കാരിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ആ പരാതിക്കാരി പരാതി നൽകിയത് വിദേശത്ത് നിന്ന് ഓൺലൈൻ വഴിയാണ്. കോടതിക്ക് രഹസ്യ മൊഴി നൽകിയതും ഓൺലൈൻ വഴിയാണ്. 2024 ഏപ്രിൽ 8-ാം തീയതി തന്നെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് ആ യുവതിയുടെ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനു മുൻപായി ഞങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യവും ആ യുവതി വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിനെ ഓൺലൈൻ വഴി ചാറ്റിങ്ങിലൂടെയാണ് ഈ യുവതി പരിചയപ്പെട്ടത്. ആ ചാറ്റിങ്ങിന്റെ വിശദാംശങ്ങളും മൊഴിയായി പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാഹുൽ ഈ യുവതിയോട് പറയുന്നു, ആടിൻ്റെ പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള സോപ്പ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ചർമ്മത്തിന് തിളക്കം കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള ചില ബാലിശമായിട്ടുള്ള ചാറ്റിന്റെ വിശദാംശങ്ങളൊക്കെയാണ് ആ പരാതിയിൽ പറയുന്നത്. ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന 2024 ഏപ്രിൽ 8-ന് ശേഷം വരുന്ന വിഷുദിനത്തിൽ, അതായത് 2024 ഏപ്രിൽ 14-ാം തീയതി രാഹുൽ വീണ്ടും ഈ യുവതിയെ കാണുന്നു. അങ്ങനെ ആ വിഷുദിനത്തിൽ 10,000 രൂപ വിഷു കൈനീട്ടമായി രാഹുൽ ഈ യുവതിക്ക് നൽകുന്നതായിട്ടും മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എടുത്ത് പറയേണ്ട പ്രത്യേകമായൊരു നിയമവശം എന്ന് പറയുന്നത്, ഒരു ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം വൈദ്യപരിശോധന നടത്തിയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ യുവതിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അതായത് 2024 ഏപ്രിൽ 8-ന് നടന്ന ഈ പീഡനത്തിൽ ഇതുവരെയും യുവതിയുടെ വൈദ്യ പരിശോധന, പ്രത്യേകിച്ചും വിവാഹിത കൂടിയായ ഈ യുവതിയുടെ വൈദ്യ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ആ യുവതിയുടെ വീടിനടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ പോയിട്ടാണ് വൈദ്യ പരിശോധന SIT നടത്തുന്നത്. അത് എങ്ങനെ നിയമപരമായി നിലനിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇവിടെ ഈ മാസം 30-ാം തീയതിക്കകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ ഈ കേസ് തള്ളിപ്പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു മുൻപായി തിടുക്കത്തിൽ SIT ഈ യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. വോട്ടിങ്ങിന്റെ സമയം കൂടിയാണിത്. അത്തരത്തിൽ വാർത്താ പ്രാധാന്യം കൂടി കൈവരും എന്നുള്ള ഒരു ഗൂഢലക്ഷ്യവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർക്കുണ്ടാകും, രാഹുലിന്റെ നേതാക്കളായിട്ടുള്ളവർക്ക് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ രാഹുലിന്റെ എതിരാളികളായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന LDFകാർക്കുണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3ാം പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രഹസനം എന്നും മാത്രം പറയാം. കാരണം 2024 ഏപ്രിൽ 8-ാം തീയതി നടന്ന ഈ ഒരു ലൈംഗിക കുറ്റകൃത്യത്തിന്റെ വൈദ്യ പരിശോധന നടക്കുന്നത് 2 വർഷത്തിന് ശേഷമാണ്. അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം. മാത്രമല്ല SIT ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ കേസ് തള്ളിപ്പോകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാമാന്യ നിയമപരിജ്ഞാനമുള്ളവർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ SIT തിരക്കിട്ട് ഇത്തരമൊരു നീക്കം നടത്തുകയാണ്. ഈ കേസ് എത്രമാത്രം ദുർബലമാകുമെന്ന് കോടതിയുടെ മുൻപാകെ എത്തുമ്പോഴാണ് നമുക്ക് ഇനിയും ഒരുപക്ഷെ ബോധ്യപ്പെട്ടേക്കുക. ഏതായാലും ഇതുവരെയുള്ള കാര്യം പരിഗണിച്ച് നോക്കുമ്പോൾ ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ യുവതി വിവാഹിതയാണ്. 2 വർഷത്തിന് ശേഷമാണ് ബലാത്സംഗ പരാതിയിൽ ഇപ്പോൾ വൈദ്യ പരിശോധന നടത്തിയിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം തിടുക്കത്തിൽ സമർപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുവതിയെ വിദേശത്ത് നിന്നും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ യുവതിയുടെ വൈദ്യ പരിശോധന ശരിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി നിയമപരമായി ഉയരുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കോടതിയാണ്. എന്തായാലും രാഹുലിന് എതിരായിട്ടുള്ള കേസുകളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഗുരുതരമായ 3 ബലാത്സംഗ പരാതികൾ കോടതിക്ക് മുൻപാകെ വന്നിട്ടും അതിനെയൊക്കെ കോടതി ദുർബലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അങ്ങനെ ദുർബലമായ പരാതികളാണ് അദ്ദേഹത്തിന് എതിരായി രംഗത്ത് വന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ആരോപണം ആദ്യമായി ഉയർന്നു വരുന്നത്. പിന്നീടാണത് LDF ഏറ്റെടുക്കുന്നതും കേസാകുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഈ വോട്ടെടുപ്പ് വരെ മാത്രമേ രാഹുലിന്റെ പാർട്ടിയിലെ എതിരാളികൾക്ക്, തലമുറ VD സതീശൻ
സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും അടക്കമുള്ള രാഹുലിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഇന്നേ ദിവസം വരെ മാത്രമേ ഈ കേസിൽ താല്പര്യമുള്ളൂ. അതിനുശേഷം അവർക്ക് ഈ കേസിൽ താല്പര്യമുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. LDFനെ സംബന്ധിച്ചും അതുമാത്രമാണ്. വോട്ടിങ്ങിന് മുൻപായി രാഹുലിന്റെ ഈ ഒരു സ്ത്രീ വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് സ്ത്രീ വോട്ടുകളെ, പ്രത്യേകിച്ചും സ്ത്രീ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള LDFന്റെ ഒരു നയമുണ്ട്. അതവർ പരമ്പരാഗതമായി അത്തരം ഒരു നിലപാടെടുക്കുന്നതാണ് LDFന്റെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. തങ്കമണി കേസ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇത്തരത്തിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ വിഷയം ഉന്നയിക്കുക എന്നുള്ളത് LDFന്റെ പ്രത്യേകിച്ച് CPIMന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. സരിത കേസ് അടക്കം നമുക്കറിയാം. അത്തരത്തിൽ ഈ രാഹുലിന്റെ ഒരു വിഷയത്തെ വലിയ തോതിൽ ചർച്ചയാക്കിക്കൊണ്ട് സ്ത്രീ വോട്ടുകളെ സ്വാധീനിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നുള്ള LDFന്റെ ഒരു തന്ത്രം കൂടി ഇവിടെയുണ്ട്. ഇന്നത്തോടുകൂടി LDFും ഈ ഒരു കേസ് മതിയാക്കി പോകുന്നതോടുകൂടി രാഹുൽ എത്രത്തോളം നിയമപരമായി സ്വതന്ത്രനാകും എന്നുള്ള കാര്യം കണ്ടറിയണം. അത് കോടതിക്ക് മുൻപാകെ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ദുർബലമായി വരികയുള്ളൂ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച ഈ 3 പേരുടെയും കേസുകൾ കോടതിയിൽ എത്രത്തോളം നിലനിൽക്കും, രാഹുലിന് എത്രത്തോളം പ്രതികൂലമാകും എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം അനുകൂലമാകും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വിധി പറയാൻ നമ്മളാരും അല്ല. അതിന് നിയമപരമായി ഉത്തരവാദിത്തപ്പെട്ടത് കോടതി മാത്രമാണ്. ആ കോടതി പറയട്ടെ. കോടതി ഇതുവരെ പറഞ്ഞത് രാഹുലിന് ഏതാണ്ട് അനുകൂലമായി തന്നെയാണ്. അല്ലെങ്കിൽ 3 ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഇങ്ങനെ ജാമ്യം കിട്ടി പുറത്തു നിൽക്കില്ല. അത് കോടതിയിൽ ഈ കേസ് എത്രത്തോളം ദുർബലമാണ്, ഈ കേസുകൾ എത്രത്തോളം പരിഹാസ്യമാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് രാഹുൽ ഇപ്പോൾ ജാമ്യം കിട്ടി ജനങ്ങൾക്ക് മുൻപാകെ ഇറങ്ങി നിൽക്കുന്നത്. അത്തരത്തിൽ ഈ 3ാമത്തെ പരാതിയും വളരെ ദുർബലമായി പോകും എന്ന് തന്നെയാണ് സാമാന്യ നിയമ പരിജ്ഞാനം വെച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം 2024 ഏപ്രിൽ 8 നടന്ന ബലാത്സംഗത്തിന്റെ വൈദ്യപരിശോധന നടത്തുന്നത് ഈ 2 വർഷം കഴിഞ്ഞാണ്. എന്ത് പരിഹാസ്യമാണ്. ആ യുവതി വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, കുടുംബിനിയാണ്. അവർക്കെതിരെ എങ്ങനെയാണ് ഈ ബലാത്സംഗ പരാതി നിലനിൽക്കുക എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യമാണ് രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്. ഈ ഒരു ചോദ്യമാണ് നിയമപരമായി പ്രസക്തമാകുന്നത്. ഈ ഒരു ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ രാഷ്ട്രീയ നേതാവിന്റെ ഭാവിക്കുള്ള ഉത്തരം കൂടിയാകേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.